ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു PSC പുറത്തുവിട്ടിരിക്കുന്ന അടുത്തൊരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫയർഫോഴ്സിൽ സ്റ്റേഷൻ ഓഫീസർ 43,400 രൂപ വരെ ശമ്പളം. സയൻസ് ഡിഗ്രി ഉള്ളവർക്കാണ് അവസരം. അതാണ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസറായിട്ട് PSC എടുത്ത വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ ജൂലൈ 18 എക്സാം പ്രിലിംസ് ഉള്ള ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കീഴിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് ആകെ ഒരു ഒഴിവിലേക്ക് കേരള PSC മുഖേനയാണ് നിയമനം നടക്കുന്നത്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5 ആണ്. ഫയർ ആൻഡ് തസ്തികയും ഒഴിവുകളും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ: 1. ഡിപ്പാർട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സർവീസസ്, നെയിം ഓഫ് പോസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി, കാറ്റഗറി നമ്പർ 047/2026, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 5/8/2026. പ്രായപരിധി: ഉദ്യോഗാർത്ഥികൾ 2/1/1991 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ളവർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി 43 വയസ്സായിരിക്കും. അപ്പോൾ എങ്ങനെയാ? ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വയസ്സിളവിനെ സംബന്ധിച്ച മറ്റ് വ്യവസ്ഥകൾ ഈ തസ്തികയ്ക്ക് വ്യാപകമല്ല. യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും സയൻസിലുള്ള ബിരുദം, രസതന്ത്രം ഐച്ഛിക വിഷയമായി നേടിയ ബിരുദത്തിന് മുൻഗണന ഉണ്ടായിരിക്കും. സ്പോർട്സിലും ഗെയിംസിലും മികച്ച നിലവാരം തെളിയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. പിന്നെ ഈ യോഗ്യതയുടെ കൂടെ എടുത്ത് പറയുന്നതാണ് മെയിൽസിനാണ് ഈ റിക്രൂട്ട്മെന്റ്. സ്ത്രീകൾക്കും ഭിന്നശേഷി അങ്ങനെയുള്ള വിഭാഗക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. മെയിൽസിലാണ് ഇത് ഉള്ളത്. ഇതിന് കായികക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കും. കായികക്ഷമതാ പരീക്ഷ നിർണ്ണയിക്കുന്നതിനായി കമ്മീഷൻ കായികക്ഷമതാ പരീക്ഷ നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷയിൽ താഴെ കൊടുത്തിരിക്കുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡും കൊണ്ട്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 609.60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 7264 ഗ്രാമിന്റെ ഷോട്ട് പുട്ടായിരിക്കും. ത്രോഡിംഗ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്ററിലേക്ക് നമ്മളത് എറിയണം. റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80 സെന്റിമീറ്റർ ചെയ്യണം. പുള്ളപ്പ് അഥവാ ചിന്നി 8 തവണ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റും 44 സെക്കൻഡും കൊണ്ടും ഓടണം. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷവും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുന്നതിന് മുൻപും തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആകെപ്പാടെ ഒരൊഴിവാണുള്ളത്. ഒരൊഴിവല്ല, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരൊഴിവെങ്കിൽ ഒരൊഴിവ്, അത് ഒരു
നല്ല കാറ്റഗറി സംഭവമാണ്. അപ്പം ഇത് അവർ വിട്ടേക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ PDF-ന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ചെറിയ ഇതായതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ വേറെ ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ PSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ഒഴിവ് ഒന്നും, ഒരു മാർക്കും ഒരൊഴിവും ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മാർക്കിൻ്റെ എന്തിന് 0.33 മാർക്കിൻ്റെ വരെ ഇമ്പോർട്ടൻസ് അറിയുന്ന വ്യക്തികളായിരിക്കും ഓരോ PSC സ്റ്റുഡൻസും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. അത് എഴുതിയ എത്ര പേരുണ്ട്? അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യണേ. എക്സാം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഉള്ള സത്യം പറയാലോ. പിന്നെ അത് എഴുതിയാലും കായികക്ഷമത കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത്ര ഇത് പോയിട്ട്. പക്ഷെ വുമൺ ഞാൻ എഴുതിയായിരുന്നു, വുമൺ സിവിൽ എക്സസൈസ്. പിന്നെ ഈ 18-ന് വേണ്ടി കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായി പഠിക്കുക, നന്നായി വർക്ക് ചെയ്യുക. മറ്റാരെയും നോക്കണ്ട, ആര് പഠിക്കുന്നതും എങ്ങനെ നോക്കില്ല. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ടൈം പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അത് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഇതിനകത്ത് ഇവരൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണേ. അപ്പം ഇപ്പം ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരായിരിക്കാം, അല്ല വീട്ടിൽ ഒരുപാട് ടൈം പഠിക്കാനുള്ളവരായിരിക്കാം, വീട്ടമ്മയാണോ, അല്ല അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെ ബോയ്സ് ഉണ്ടാവുമല്ലോ, പെയിൻറ്റിങ് പണിക്കൊക്കെ പോയി പഠിക്കുന്നവർ. ബാക്കിയുള്ള ടൈം എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് കരുതി ഒരു പെയിൻറ്റിങ് പണിക്കോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് പഠിക്കുന്ന, മറ്റുള്ള പെയിൻറ്റിങ് പണി, അങ്ങനെ ഡെയിലി വരുമാനത്തിന് കൂലിപ്പണികൾക്ക് വണ്ടി ഓടിക്കാൻ പോയിട്ട് പഠിക്കുന്ന ആൾക്കാരെ ആണുങ്ങളുണ്ടായിരിക്കും, ബോയ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു കാരണവശാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ പോവില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഓൾ.